ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ പാഠപുസ്തകത്തിൽ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ 2ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 38 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. 37 1 മുതൽ 3 വരെ ഉള്ളത്. അത് നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ പേജിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പുണ്ട്. അതിൻ്റെ 2.5 മടങ്ങ് തൻ്റെ കയ്യിലുണ്ടെന്നാണ് സഹിറ പറയുന്നത്. അത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താ ഇതിൽ കാണേണ്ടത്? 36ൻ്റെ 2.5 മടങ്ങ് എത്രയാണെന്നാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 36 × 2.5 കണ്ടാൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? റോണിയുടെ കയ്യിലുള്ള സ്റ്റാമ്പിൻ്റെ എണ്ണം സമം 36 എന്ന് എഴുതാം അല്ലേ? പിന്നെ സഹിറയുടെ കയ്യിലുള്ള സ്റ്റാമ്പിൻ്റെ എണ്ണം സമം എത്രയാണ്? 36 × 2 1/2 എന്നും എഴുതാം. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? ഒന്നുകിൽ 2.5 എന്നുള്ളത് 2 + 1/2 എന്ന് എഴുതിയിട്ട് 36 ആദ്യം 2 കൊണ്ട് ഗുണിക്കുക, പിന്നെ 36 1/2 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 2.5 എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാം? 2 × 2 4, 4ഉം 1ഉം 5, 5/2 എന്ന് മാറ്റി എഴുതാം അല്ലേ? 2 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5/2 ആണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് കാണുന്നതെന്ന് അല്ലേ? അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ 2ഉം താഴെയുള്ള 2നും കൂടി ഗുണിക്കുക, എന്നിട്ട് മുകളിലുള്ളത് അതിൻ്റെ ശിഷ്ടമാണ് അതായിക്ക് കൂട്ടുക. അപ്പോൾ 2 × 2 4, 4ക്ക് 1 കൂട്ടിയാൽ 5 എന്ന് കിട്ടും. പിന്നെ താഴെയുള്ള ഛേദം അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ 5/2. അപ്പോൾ 36 5/2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ്? 2.5 എന്നുള്ളത്, അതായത് 2 1/2 എന്നുള്ളത് 2 + 1/2 എന്ന് എഴുതുക. എന്നിട്ട് 36 അതുകൊണ്ട് ഗുണിക്കുക. അതായത് 36 അതുകൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 36 2 കൊണ്ട് ഗുണിക്കണം, 36 1/2 കൊണ്ടും ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടും? 36 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 അല്ലേ? അതുപോലെ 36 × 1/2 36/2 ആണ്. അപ്പോൾ 36/2 എത്രയാണ്? 36 2 കൊണ്ട് അടിക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 18 എന്നല്ലേ കിട്ടുക? അപ്പോൾ 72ഉം 18ഉം 72ഉം 18ഉം കൂടി എത്രയാണ്? 90 അല്ലേ? അപ്പോൾ 90 എണ്ണാണ് എന്ത്? സഹിറയുടെ കയ്യിലുള്ള സ്റ്റാമ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ. ജോജി ദിവസവും 4.5 മണിക്കൂർ ജോലി ചെയ്യും. 6 ദിവസം കൊണ്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഒരു ദിവസം 4.5 മണിക്കൂറാണെങ്കിൽ 6 ദിവസം എത്ര മണിക്കൂർ എന്നുള്ളത് എങ്ങനെയാണ് കാണുക? 4.5 × 6 കണ്ടാൽ മതി. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ജോജി ഒരു ദിവസം ജോലി ചെയ്യുന്ന സമയം = 4 1/2 എന്ന് എഴുതാം അല്ലേ? പിന്നെ 6 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 1/2നെ 6 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ 4 1/2 എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതാം? 4 + 1/2. അപ്പോൾ 4 + 1/2 × 6. അപ്പോൾ ഈ 6നെ 4 കൊണ്ട് ഗുണിക്കണം, 1/2 കൊണ്ട് ഗുണിക്കണം. അപ്പം എങ്ങനെ എഴുതാം? 4 × 6 + 1/2 × 6 എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, 4 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 6 24 ആണ്. 1/2 × 6 എന്ന് പറഞ്ഞാലോ 1 × 6 6. അപ്പോൾ 6/2 ആണ് അല്ലേ? 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 24 + 3 എന്ന് എഴുതാം. 24 3 എത്രയാണ്? 27 മണിക്കൂറാണ് അല്ലേ? ഇനി ഇങ്ങനെ അല്ലാത്തൊരു മെത്തേഡും കൂടി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതെങ്ങനെയാണ്? അതെ, 4 1/2 എന്നുള്ള ആ ഒരു മിശ്ര ഭിന്നത്തെ നമ്മളൊരു വിഷമ ഭിന്നാക്കിയിട്ട് മാറ്റണം അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? ആ 4നെ താഴെയുള്ള 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 4 8. പിന്നെ മുകളിലുള്ള 1 അതിലേക്ക് കൂട്ടുക. അപ്പോൾ 9 9/2 എന്ന് എഴുതാം അല്ലേ? താഴെയുള്ള ഛേദം അതുപോലെ തന്നെ എഴുതണം. അപ്പോൾ 9/2 9/2 × 6 കണ്ടാൽ മതി. എത്രയാണ് 9/2 × 6? നമുക്കറിയാം 9 × 6 എന്ന് പറഞ്ഞാൽ 54 ആണ്. 54/2 കാണണം. 54/2 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 27 തന്നെയാണ് അല്ലേ? അപ്പോൾ 27 മണിക്കൂർ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് ഈ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറഞ്ഞിരിക്കുന്നവ കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 5 1/3ൻ്റെ 4 മടങ്ങ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 5 1/3ൻ്റെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ അതിനെ 4 കൊണ്ട് ഗുണിച്ചത് അല്ലേ? അപ്പോൾ 5 1/3 ഗുണിക്കണം 4 നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നോക്കൂ, 5 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 + 1/3 ആണ് അല്ലേ? അപ്പോൾ 5 + 1/3 × 4. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഗുണനം പിന്നെ 2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 2നെയും ഗുണിക്കണം. 4 കൊണ്ട് 2നെയും ഗുണിക്കണം. അതായത് 4 × 5ഉം വേണം, 4 × 1/3 വേണം അല്ലേ? അപ്പോൾ നമ്മൾ അത് ചെയ്തു. അതായത് 5 × 4 + 1/3 × 4 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 4 5 എത്രയാണ്? 4 5 20 അല്ലേ? അതുപോലെ 1/3 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 × 4 4, താഴെ ഛേദം 3 അതുപോലെ എഴുതുക. അപ്പോൾ 4/3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 20 + 4/3 ആണ്. 4/3നെ നമുക്ക് വീണ്ടും ഒന്ന് മാറ്റാം. അതായത് പിന്നെ മുകളിൽ വലുതും അംശം വലുതും ഛേദം ചെറുതും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊന്ന് പിന്നെ മിശ്ര ഭിന്നാക്കിയിട്ട് എഴുതണം.
അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? 4നെ 3 കൊണ്ട് ഹരിക്കുക. 4നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? ഒരു 3 അല്ലേ? അപ്പോൾ 1. ശിഷ്ടം എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യം 1 എന്ന് എഴുതുക. ശിഷ്ടം മുകളിൽ അംശമായിട്ട് എഴുതുക. ഛേദം അതിൻ്റെ ഛേദം അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ എന്ത് കിട്ടി? 1/3 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ 4/3 നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, 20 + 1/3. അപ്പോൾ എത്രയാണ്? 21/3 എന്നല്ലേ ആൻസർ കിട്ടുന്നത്? 1/3 പറഞ്ഞാൽ 1 + 1/3 ആണ്. അപ്പോൾ 20ഉം 1ഉം 21 1/3 എന്ന് എഴുതാം. ഇനി ഇതന്നെ നമ്മൾ വേറൊരു മെത്തേഡിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെങ്ങനെയാണ്? 5/1/3 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5 × 3 കാണുക, എന്നിട്ട് അതിലേക്ക് 1 കൂട്ടുക. 3 5 15. 15ക്ക് മുകളിലുള്ള ആ അംശമായിട്ടുള്ള 1 കൂട്ടുക. അപ്പോൾ 16. പിന്നെ 16 പിന്നെ ഛേദം എത്രയാണോ അതന്നെ വീണ്ടും എഴുതുക. അപ്പോൾ 16/3 എന്ന് കിട്ടും അല്ലേ? 5/1/3 എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? 16/3 എന്ന് മാറ്റി എഴുതാം. എന്നിട്ട് ഗുണിക്കണം 4. അപ്പോൾ 16/3നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ്? 16നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 64ആണ്. 64/3 കണ്ടാൽ മതി. 64/3 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് ഇത് മാറ്റി എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? 64നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 21 എന്ന് ആൻസർ കിട്ടും. പിന്നെ ശിഷ്ടമായിട്ട് 1 ഉണ്ടാവും. അപ്പോൾ 21 1 പിന്നെ ഛേദം അതുപോലെ തന്നെ എഴുതാം. 1/3 അല്ലേ? 21 1/3 എന്ന് അങ്ങനെ ചെയ്താലും കിട്ടുമല്ലോ അല്ലേ? ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ൻ്റെ 4 1/3 മടങ്ങ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 5നെ 4 1/3 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ 5 × 4 1/3 ആണ് നമ്മൾ കാണേണ്ടത്. നേരത്തെ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? 5 × 4 1/3 എന്നുള്ളത് 4 + 1/3 എന്ന് എഴുതുക. ഇനി 5നെ 4 കൊണ്ടും ഗുണിക്കുക, 1/3 കൊണ്ടും ഗുണിക്കുക. അപ്പോൾ 5 × 4 + 5 × 1/3. 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. 5 × 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/3 ആണ്. ഇനി നോക്കൂ, 20നെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 5/3നെ നമുക്കൊന്ന് മാറ്റി എഴുതണം അല്ലേ? മുകളിൽ അംശം വലുതാവുമ്പോൾ നമ്മളതൊന്ന് മാറ്റി എഴുതണം. അതായത് 5നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 1 അല്ലേ? ആൻസറായിട്ട് കിട്ടുന്നത് 1 ആണ്. അപ്പോൾ 1. പിന്നെ ശിഷ്ടം എത്രയാണ് വരുന്നത്? 2 അല്ലേ? അപ്പോൾ അത് അംശമായിട്ട് എഴുതുക. 2 പിന്നെ ഛേദം അതന്നെ എഴുതുക. 2/3. അപ്പോൾ 1 2/3 എന്ന് കിട്ടും. അപ്പോൾ 5/3നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1 2/3 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ 20 + 1 + 2/3 ആണ് അത് അല്ലേ? അപ്പോൾ 20 1 21. അപ്പോൾ 21 2/3 നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പഠിച്ച മറ്റേ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ സൈഡിലൊന്ന് കാണിക്കുന്നുണ്ട്. എന്താണ്? 5 × 4 1/3 ആണ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 5 × 4 1/3 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 4 12. 12ഉം മുകളിലത്തെ ശിഷ്ടം ഒന്നും കൂടി കൂട്ടിയാൽ 13. 13/3 എന്ന് എഴുതാം അല്ലേ? 4 1/3 നമുക്ക് എങ്ങനെ എഴുതാം? 13/3 എന്ന് എഴുതാം. അപ്പോൾ 5 × 13/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5നെ 13 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 65. പിന്നെ ഛേദം അതുപോലെ തന്നെ എഴുതാം. 65/3 അല്ലേ? 65നെ 3 കൊണ്ട് ഉള്ളത് എങ്ങനെയാണ്? 65/3 എന്നുള്ളത് എങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും? 65നെ 3 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ ആൻസർ എത്ര കിട്ടുക? 21 എന്നാണ് കിട്ടുക. അതാദ്യം എഴുതുക. എന്നിട്ട് ശിഷ്ടം എത്ര കിട്ടുന്നത്? അത് അംശമായിട്ട് എഴുതുക. ശിഷ്ടം 2 ആണ്. അപ്പോൾ അംശമായിട്ട് 2 എന്ന് എഴുതി. ഛേദം എന്താണ്? ആദ്യമുള്ളത് തന്നെയാണ് അല്ലേ? അപ്പോൾ അതന്നെ എഴുതുക. 2/3 എന്ന് എഴുതുക. അപ്പോൾ 21 2/3 നമുക്ക് അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 2/3ൻ്റെ 1 1/2 മടങ്ങ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതായത് 2/3നെ 1 1/2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുക? നോക്കൂ, ആ 1 1/2നെ നമുക്കൊന്ന് മാറ്റി എഴുതണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? ആ 1നെ 2 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് ആ അംശമായിട്ടുള്ള 1 കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ 1 2 2 2 1 3 3/2 എന്ന് കിട്ടും. അപ്പോൾ 2/3 ഗുണിക്കണം 3/2 എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ നോക്കൂ, താഴെ 2 താഴെ ഒരു 2ഉം മേലൊരു 2ഉം ഉണ്ട്. അത് വെട്ടിപ്പോവും. പിന്നെ മേലൊരു 3ഉം താഴെ ഒരു 3 ഉണ്ട്. അതും വെട്ടിപ്പോവും. അപ്പോൾ ബാക്കി എന്താ വരുന്നത്? 1 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ് കിട്ടുന്നത്? 1 എന്നാണ്. അതായത് 2/3ൻ്റെ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 എന്നാണ് ആൻസർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2.5യുടെ 2/5 ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അത് നമ്മൾ എങ്ങനെ തന്നെയാണ് ചെയ്യുക? 2.5 × 2/5 കണ്ടാൽ മതി. അതായത് 2.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 2 4 4 + 1 5 5/2 എന്നാണ് എഴുതേണ്ടത് അല്ലേ? നമുക്കറിയാം മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നാക്കിയത് എങ്ങനെയാണ്? ആ 2നെ ഛേദമായിട്ടുള്ള 2 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് അംശമായിട്ടുള്ള 1 കൂട്ടുക. അപ്പോൾ 2 × 2 4 4 1 5 5/. പിന്നെ ഛേദം എത്രയാണോ അതന്നെ എഴുതുക. 5/2 ആണ്. അപ്പോൾ 2.5യുടെ എന്ന് പറഞ്ഞത് 5/2ൻ്റെ 2/5 ഭാഗം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ നോക്കൂ അതെങ്ങനെ എഴുതാം? 5/2 ഇൻറ്റു 2/5 എന്ന് എഴുതാം അല്ലേ. എന്താണ് 5/2 ഇൻറ്റു 2/5 എന്ന് പറഞ്ഞാൽ? അതൊക്കെ വെട്ടിപ്പോവും, ബാക്കി എല്ലായിടത്തും 1 ഉണ്ടാവുക അല്ലേ. 1/1 അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ 1 ഇൻറ്റു 1/1 ഇൻറ്റു 1 അത് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ് ആൻസർ. അപ്പോൾ 5/2 ഇൻറ്റു 2/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അതായത് 2.5യുടെ 2/5 ഭാഗം എന്ന് പറയുന്നത് 1 എന്ന് സാരം. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്? 5.5യുടെ 2.5 മടങ്ങ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? 5.5 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 ഇൻറ്റു 5 10 10 + 1 11. അപ്പോൾ 11/2 5.5 എന്നുള്ളത് അല്ലേ. എങ്ങനെയാണ് കണ്ടത്? ആ 5ഉം പിന്നെ ഛേദമായിട്ടുള്ള ആ 2ഉം കൂടെ ഗുണിക്കുക, എന്നിട്ട് അംശത്തിന് അതിലേക്ക് കൂട്ടുക. അപ്പോൾ 2 5 10 1 11, പിന്നെ ഛേദം അതുപോലെ എഴുതാം. 11/2 എന്ന് കിട്ടും. ഇനി 2.5നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2.5 എന്നുള്ളത് പിന്നെ 2ഉം പിന്നെ ഛേദമായിട്ട് വരുന്ന 2ഉം കൂടെ ഗുണിക്കുക. അപ്പോൾ എന്താണ്? 2 ഇൻറ്റു 2 4, പിന്നെ അംശം അതിലേക്ക് കൂട്ടുക. അപ്പോൾ 5/2 എന്ന് എഴുതാം അല്ലേ. അപ്പം എന്തെഴുതി? 11/2 ഇൻറ്റു 5/2 എന്ന് എഴുതിയില്ലേ. ഇനി നോക്കൂ, വെട്ടി ചെറുതാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് വെട്ടി ചെറുതാക്കാം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അംശങ്ങൾ തമ്മിലും ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിലും ഗുണിക്കുക. അപ്പോൾ അംശങ്ങൾ ഏതൊക്കെയാണ്? 11ഉം 5ഉം ആണ് അല്ലേ. അപ്പോൾ 11നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 55. അതുപോലെ താഴെ ഛേദങ്ങൾ 2ഉം 2ഉം ആണ്. അപ്പോൾ 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 എന്നും കിട്ടും. അപ്പോൾ എന്തായി? 55/4 എന്ന് കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 55നെ 4 കൊണ്ട് ഹരിക്കുക അല്ലേ. അംശം വലുതാവുമ്പോൾ നമ്മളത് ഹരിച്ച് കണ്ട് നമ്മൾ മിശ്ര ഭിന്നാക്കിയിട്ട് മാറ്റണം. അപ്പോൾ 55നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5ൽ എത്ര 4 ഉണ്ട്? ഒരു 4 അല്ലേ. അപ്പോൾ ഒരു 4 എത്രയാണ്? 4 എന്ന് താഴെ എഴുതുക. നിങ്ങൾക്ക് ഹരണം അറിയാവുന്നതാണല്ലോ അല്ലേ. പക്ഷെ ചില കുട്ടികൾ ഹരിക്കണത് കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇനി നോക്കൂ, ആ 5ന്ന് 4 കുറക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 1 എന്ന്. അത് താഴെ എഴുതി. ഇനി നമ്മൾ ആ ഒരു 5ഉം കൂടെ അല്ലേ ബാക്കി, അതിനെ ഇറക്കി എഴുതണം. അപ്പോൾ അതെന്തായി? 15 എന്നായി അല്ലേ. ഇനി 15ൽ എത്ര 4 ഉണ്ട് നോക്കൂ? 3 4 അല്ലേ. 4 4 16. അപ്പോൾ 3 4 ഉള്ളൂ. അപ്പോൾ നമുക്ക് മുകളിൽ 3 എന്നും കൂടെ കൊടുക്കാം. ഇനി എന്ത് ചെയ്യുക? ആ 3നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3 4 12. അപ്പോൾ 12 നമുക്ക് 15ൻ്റെ താഴെ എഴുതണം. ഇനി നമ്മൾ വീണ്ടും 15ന്ന് 12 കുറക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 3 എന്ന് ശിഷ്ടം കിട്ടും അല്ലേ. അപ്പോൾ എന്തായി? 13 എന്ന് ആൻസർ കിട്ടി. 55നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 13 എന്ന് ആൻസർ കിട്ടി. ശിഷ്ടമായിട്ട് 3ഉം കിട്ടി. ഇനി നമുക്ക് ഈ 55/4 അപ്പം എങ്ങനെ മാറ്റി എഴുതാം? 13 ശിഷ്ടം 3 അല്ലേ. 3 പിന്നെ ഛേദം എപ്പോഴും അതെത്രയാണോ അതന്നെ കൊടുക്കണം. 4 ആണ് അല്ലേ. അപ്പം 4 എന്ന് എഴുതാം. 13 3/4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.